നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഇത്തഖുല്ലാഹ്, നമ്മൾ ഈ കെടുതിയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ, എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേകമായ ചിട്ടയോടെ ഒരു പ്രദേശത്തുള്ള മുഴുവൻ മുസ്ലിം വിശ്വാസി പുരുഷന്മാരെയും പള്ളിയിൽ വിളിച്ചുകൂട്ടിയിട്ട് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ നിങ്ങൾ പാലിച്ചു ജീവിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ക്ഷേമമുണ്ട്. ഇതിനപ്പുറത്ത് ധന്യമായ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ തഖ്വയിലേക്ക് വരുന്നത്, അള്ളാഹുവിനോടുള്ള മഹബത്തിലേക്ക് വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലേക്ക് വരുന്നത്, അവിടെ നമുക്കെല്ലാവർക്കും വിജയിക്കാൻ പറ്റും. അള്ളാഹു തആല നമ്മേവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അറിയുന്ന ഒരൊറ്റ പരാമർശം നടത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു, നബിയേ മതസ്സാഅതു യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഖിയാമത്ത് നാളെപ്പോഴാ? നമുക്കിപ്പൊ ഖിയാമത്ത് നാളാണ്, ഇന്ന് ഖിയാമത്ത് നാളാണെന്ന് ഞാൻ പ്രസംഗിച്ചാൽ ഈ പ്രസംഗം ഏറ്റവും വൈറലാവും. അമ്മക്കങ്ങൾ ഖിയാമത്ത് നാൾ ആയിക്കൂടാതെ വയ്യാന്നുള്ള അവസ്ഥയിലാണ്. മഹദി ഇമാം അപ്പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ വലിയ സംഭവമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു കറക്ഷൻ നടത്തുന്നുണ്ട്. എപ്പോഴാണ് ഖിയാമത്ത് നാളെ എന്ന് ചോദിച്ച ചോദ്യകർത്താവിനോട് ചോദിച്ചു, ഫമാദാ അഅദത്ത ലഹാ, ഖിയാമത്ത് നാൾ എന്നോ ആയിക്കോട്ടെ, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഖിയാമത്ത് നാൾ ഇന്നാവട്ടെ, നാളെ ആവട്ടെ, എന്നാവട്ടെ, ഞാൻ ആലോചിക്കേണ്ടത് അന്ന് രക്ഷപ്പെടാൻ എന്റെ കയ്യിൽ എന്തുണ്ട് എന്നല്ലേ. അതുകൊണ്ട് മോനെ, എന്താണ് നിന്റെ പക്കലുള്ളത്? അപ്പോൾ മഹാനരായ സ്വഹാബി പറഞ്ഞു, എന്റെ പക്കലൊന്നുമില്ല, എന്റെ കയ്യിലാകെ പ്രതീക്ഷയുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളെ അവിടത്തോടുള്ള ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുതന്നെയാണ് വേണ്ടത്, അതുതന്നെയാണ് മോനെ വേണ്ടത്. അൽ മർഉ മഅ മൻ അഹബ്ബ ഔ അൻത മഅ മൻ അഹബബ്ത, നിന്റെ കൃത്യമായ വീക്ഷണം ശരിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെച്ച്, അകമറിഞ്ഞ് മഹബത്ത് വെച്ച് അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ചേർന്നോ, അതുതന്നെയാണ് ഏറ്റവും വലിയ കരുതൽ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഖൽബിൽ മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറച്ചു തരണേ അല്ലാഹ്. അവസാനം അവിടുത്തെ ചിരിക്കുന്ന തിരുമുഖം കണ്ട് നിന്റെ ലിഖാ. സ്ത്രീകൾക്ക് യാത്ര പോകണമെങ്കിൽ നിർബന്ധമായും ഒരു മഹറമായ പുരുഷനുണ്ടാവണം. ഭർത്താവ് അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ സഹോദരൻ, കാണാൻ പറ്റുന്ന പുരുഷൻ യാത്രക്ക് ഒരു ഉമ്മക്ക് നിർബന്ധമാണ്, ഒരു സഹോദരിക്ക് നിർബന്ധമാണ്. ആ നിർബന്ധമില്ലാതെ എല്ലായിടത്തും ഉറൂസുമായും സിയാറത്തുമായും അവർ സുന്നത്തായ ഉംറയിലുമായി യാത്ര ചെയ്യുകയാണ്. കസറത്തുൻ നവാഫിൽ, എത്രയാ സുന്നത്തുകൾ, ബിലാ ഫർളിൻ, ഫർള് അവർക്കില്ല. അത് മതം അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണെന്ന് ഹിക്കമിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അത് നമുക്ക് സംഭവിച്ചുകൂടാ. എത്രയോ പേരുണ്ട്, ദൂര മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ അവർ പോകും, ഒരൊറ്റ ഫർള് അവർ നിസ്കരിക്കൂല. സിയാറത്തിനെ കുറിച്ച് മാത്രം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥത്തിൽ കാണാം, അൽ ജൗഹറുൽ മുനവ്വം ഫീ സിയാറത്തി ഖബറി ശരീഫിൻ നബവിയിൽ മുകറം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അതിൽ കാണാം, ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താലും ഫർളിന്റെ സ്ഥാനത്തെത്തൂലെന്ന് നമുക്ക് ഓർമ്മ വേണം. ഓൺലൈൻ മജ്ലിസുകളിൽ സജീവം, പക്ഷെ ഭർത്താവിനോടുള്ള കടപ്പാടുകളിൽ വീഴ്ച വരുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പഴയകാലത്തിന്റെ പ്രതാപത്തിൽ കൈവിട്ടുപോയ സൂറത്ത് യാസീനെ തിരിച്ചു പിടിക്കാൻ കഴിയണം, ഹദ്ദാദിനെ തിരിച്ചു പിടിക്കാൻ കഴിയണം. സായാഹ്ന സമയത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അത് ചെല്ലാത്ത പരിചയമില്ലാത്ത നാവുകൾ ഉണ്ടായിരുന്നു. സായാഹ്ന സമയമാകുമ്പോ പള്ളികളിലും വീടുകളിലും ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അഅ്ലമുസ്സലാത്ത് അറിയാത്ത
ഉമ്മമാരുണ്ടായിരുന്നു, നാരിയത്ത് സ്വലാത്ത് ചെല്ലാത്ത ഉമ്മമാരുണ്ടായിരുന്നു, സ്വലാത്ത് തിബ് പരിചയമില്ലാത്ത ഉമ്മമാരുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിന്റെ അകത്തളം എത്ര മനോഹരമായിരുന്നു! സ്വലാത്ത് കൊണ്ടും വിശുദ്ധമായ ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ അദ്കാറുകൾ കൊണ്ടും വസന്തപൂർണമായ അരമനയുടെ അകത്തളം. ഇന്ന് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് കലാപക്കളരിയായി. ഉണ്ണാനുണ്ട്, ഉടുക്കാനുണ്ട്. വിശാലമായ പറമ്പിൽ 5000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 2-3 നിലയുണ്ട്. പക്ഷേ ഒരു ദിവസം സമാധാനത്തിൽ ആ വീട്ടിൽ കിടന്നിട്ടില്ല. തർക്കവും ഭൂകമ്പവും ആ വീട്ടില്. മക്കൾക്ക് വാപ്പാനെ കണ്ടൂടാ, വാപ്പായ്ക്ക് മക്കളെ കണ്ടൂടാ. സഹോദരങ്ങൾ തമ്മിൽ കത്തിക്കുത്ത. 1 സെന്റ് ഭൂമിക്ക് വേണ്ടി കലാപമാ കോടതി കയറുകയാ. ഉമ്മാനെ കഴുത്തിറക്കുന്ന മക്കള് വന്നില്ലേ? വാപ്പാനെ കുടിച്ചു മൂടുന്ന മക്കള് വന്നില്ലേ? ഭാര്യയ്ക്ക് വിഷം കൊടുക്കുന്ന ഭർത്താവിന് വിഷം കൊടുക്കുന്ന കുടുംബനാഥനും കുടുംബിനികളും വന്നില്ലേ? പ്രിയപ്പെട്ടവരെ, പഴയ കാലത്ത് സംവിധാനങ്ങൾ കുറവായിരുന്നു, പക്ഷേ ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ പോയിരുന്നു. ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരുണ്ട്. അതിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും കിട്ടാതെ പോയ ഒരു കാര്യമാണ് ഈമാൻ. ആ ഈമാൻ നമുക്ക് നഷ്ടപ്പെടാതിരിക്കണം. നമുക്ക് എങ്ങനെയാ ഈമാൻ കിട്ടിയത്? നമ്മുടെ ചുറ്റുവട്ടത്ത് ഈമാനില്ലാത്ത എത്ര ലക്ഷം മനുഷ്യന്മാരുണ്ട്. നിങ്ങളൊന്ന് അങ്ങാടിയിൽ ചെന്ന് നോക്കൂ, റെയിൽവേ സ്റ്റേഷനിൽ എത്തട്ടെ, എയർപോർട്ടിൽ എത്തി നോക്കട്ടെ, എവിടെ എത്തിയാലും ഈമാനില്ലാത്ത മനുഷ്യന്മാർ മഹാഭൂരിപക്ഷം നമ്മളെ ചുറ്റുവട്ടത്ത് ഇടതും വലതും മുന്നിലും ബേക്കിലൊക്കെ ആയിട്ടില്ലേ? ഉണ്ട്. പിന്നെ എങ്ങനെയാ നമുക്ക് ഈമാൻ കിട്ടിയത്? നമ്മൾ ഉമ്മാന്റെ വയറ്റിലുള്ള കാലത്ത് വല്ല അപേക്ഷാ ഫോമും ഫില്ല് ചെയ്ത് കൊടുത്തതാണോ? അല്ല അവിടുന്ന് ദ്വാരന്നിട്ട് വാങ്ങിയതാണോ? വല്ല റിക്വസ്റ്റും നടത്തിയതാണോ? ഒന്നുമല്ല. അല്ലാഹ് തന്നത്, വേറൊന്നുമല്ല. അള്ളാഹുവിന്റെ നിഅമത്തായിട്ട് നമുക്ക് തന്നത് വേറൊന്നുമല്ല. ആ നിഅമത്ത് ഊരിയെടുക്കാൻ അള്ളാഹ്ക്ക് വലിയ പണിയൊന്നുമില്ല. അതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം എന്റെ ഈമാൻ അള്ളാഹു ഊരിക്കളയുമോ എന്ന പേടി നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ വേണം. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത് അത് നിങ്ങൾ എടുത്തു പറയണം. ഖുർആൻ പറയുന്നു, എല്ലാ നിയമത്തുകളിൽ മൂടി വെച്ചോളൊന്നുമില്ല. കിബിറില്ലാത്ത തലക്ക് അള്ളാഹു തആല എനിക്ക് ആ നിയമത്ത് തന്നു, അള്ളാഹു ഇങ്ങനെ നിയമത്ത് തന്നു എന്ന് പറയുന്നത് നല്ലതാണ്. കിബിറിന് വേണ്ടി പറയാൻ പാടില്ല, ഞാൻ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ് എന്ന് പറയാൻ പാടില്ല. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്ത് അതെടുത്ത് പറയുന്നത് അല്ലാഹു തആല കൽപ്പിച്ച കാര്യമാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് നിലനിന്ന് കിട്ടണം. ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും ജോലിയാണെങ്കിലും എന്തുമാകട്ടെ, അള്ളാഹു നൽകിയ നിഅമത്ത് മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഒരാൾക്ക് വീടുണ്ട്, പണമുണ്ട്, കാറുണ്ട്, അധികാരമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊട്ടാരം പോലെയുള്ള വീടുണ്ട്. ആ മനുഷ്യന് ആരോഗ്യമില്ല. ഇത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ടോ? ആവശ്യത്തിന് പൈസ ഉണ്ട്, നിനക്കൊരു മട്ടൻ മന്തി പോലും തിന്നാൻ പറ്റത്തില്ല, പിന്നെ പൈസ കൊണ്ട് കാര്യമുണ്ടോ? അള്ളാഹു തന്നത് നിലനിന്ന് കിട്ടണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിലനിൽക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. നിനക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുന്ന കാലം വരെ നിലനിൽക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. സൂറത്തുൽ കഹ്ഫിനകത്ത് അല്ലാഹു 2 ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട്. 2 കൂട്ടുകാരുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരു കൂട്ടുകാരൻ തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും നശിച്ചുപോയി. അപ്പൊ ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് പറയുന്നു, നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നിനക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. നീ ഒരേ ഒരു കാര്യം നീ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിത് നഷ്ടപ്പെടില്ലായിരുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ നിങ്ങൾ നിത്യമാക്കുക. അള്ളാഹു ചെയ്ത നിഅമത്തുകൾ നിലനിന്ന് കിട്ടും. അള്ളാഹു മുഖ്യമാൻ തരുമാറാകട്ടെ. മനുഷ്യൻ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരാൾ പറയുന്നത് അധികരിപ്പിച്ചാൽ, ജഅലഹുല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിഷമ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്നതാണ്. വമിൻ കുല്ലി ദികിം മഖ്റജാ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അല്ലാഹു അവന്റെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുന്നതാ, ഊരാ കുടുക്കുകളെ മാറ്റിക്കൊടുക്കുന്ന
നൽകുന്നതാ. പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു മോചനം നൽകുന്നതാ. അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തില് അവന്റെ ജീവിതത്തിലേക്ക് വലിയ ഖൈറാത്തുകള്, സമ്പത്തുകള്, അതുപോലെ തന്നെ ലാഭങ്ങൾ അള്ളാഹു കൊടുക്കുന്നതാണ്. കാരണം ഒരൊറ്റ കാരണം മാത്രമാണ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണേ. പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരത്തിന്റെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്, ഇത് പരിശുദ്ധമായ ശഅബാൻ മാസമാണല്ലോ. പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാര് മഗ്രിബിന്റെ സമയമാകുമ്പോ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് മഗ്രിബ് ബാങ്ക് 6:30 6:15 മുതൽ തന്നെ ഉമ്മമാര് അതുപോലെ ഉപ്പമാര് സിറ്റൗട്ടിലിരുന്ന് ഇങ്ങനെ ദിക്ർ ചൊല്ലാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇത് നമ്മൾ പറയാറുണ്ടല്ലോ. ആ ഇസ്തിഗ്ഫാറിന്റെ വചനം നമ്മൾ ഇങ്ങനെ അധികരിപ്പിക്കണേ. മക്കളില്ലാത്തവരെ, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് സങ്കടം പറയുന്നവരുണ്ട്. ആ സങ്കടത്തിനുള്ള പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. കച്ചവടത്തിൽ ലാഭമില്ല എന്ന് പറയുന്നവരെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. മക്കളുടെ സ്വഭാവം നന്നാകുന്നില്ല എന്ന് പറയുന്നവരെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള അള്ളാന്റെ അടുത്ത് ചോദ്യം ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ മറ്റുള്ളവരുടെ സമയം നിങ്ങൾ ആവശ്യമില്ലാതെ ബടക്കാക്കിയോ, അവരെ സമയം വേസ്റ്റ് ആക്കിയോ എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ ആവശ്യമില്ലാത്ത ആളുകൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവരെ ജീവിതത്തിൽ 24 മണിക്കൂറിലെ ഒരു 3 സെക്കൻഡ് നമ്മൾ സ്റ്റോറി നോക്കുന്ന ആ സമയം നമ്മൾ ബടക്കാക്കിയോ, നമ്മൾ വേസ്റ്റ് ആക്കിയോ, അവരെ കാഴ്ച, അവരെ ചിന്ത നമ്മൾ ബടക്കാക്കിയോ എന്നുള്ള ചോദ്യം നമ്മൾ നേരിടേണ്ടി വരികയാണെങ്കിൽ സീൻ തന്നെയല്ലേ. അപ്പം നല്ല കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെ 3 സെക്കൻഡ് അവർക്ക് ഹൈറാകുന്ന 3 സെക്കൻഡ് ആക്കി മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക. അങ്ങനെ അവര് സമയം നമ്മൾ വേസ്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു 10,000 ആളുകൾ, ഒരു 15,000 ആളുകൾ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 15,000 ആളുകളുടെയും 3 സെക്കൻഡ് വേസ്റ്റ് ആക്കിയതിന്റെ ചോദ്യം നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു ഞാൻ വെറുതെ ചിന്തിച്ചു നോക്കാണ്. പരീക്ഷണങ്ങളിൽ ഏറ്റവും വലുത് ഒരു മനുഷ്യന്റെ ദീനിൽ സംഭവിക്കുന്നതാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർബന്ധമാക്കിയ അച്ചടക്കമുള്ള വസ്ത്രമിട്ട് നടക്കാൻ തോന്നാതിരിക്കുക. അവർക്കത് പറ്റില്ല. അത് പറയുന്നവരോട് ദേഷ്യം, ആരെങ്കിലും അങ്ങനെ സൂചിപ്പിച്ചാൽ അവരോട് വെറുപ്പ്. അങ്ങനെ തോന്നുന്നത് ഒരു അപകടമാണ്. എന്നോട് നല്ലതല്ലേ പറയുന്നത്, എന്റെ ശരീരം എനിക്കെതിരാണ്, അള്ളാഹുവിന്റെ ദീനിനെതിരാണ്. എന്റെ ശരീരത്തിന് ഇഷ്ടമില്ലെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടമാണല്ലോ ഞാൻ നടത്തേണ്ടത് എന്ന് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നടത്തേണ്ടത്, ശരീരത്തിന്റെ ഇഷ്ടമല്ല. ശരീരം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വിരുദ്ധമായിട്ടുള്ളതാകാം. അങ്ങനെയാണ് സംഭവിക്കുക. വഖാലിഫിൻ നഫ്സ والشيطان وعصهما وخالف النفس والشيطان وعصهما وإنهما محضاك النصح فاتهمي. പിശാചും നമ്മുടെ ശരീരവും നമുക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വരുന്ന മാസം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണല്ലോ. ലോകം മുഴുവനും അവിടുത്തെ മദ്ഹിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങൾ അവിടുത്തെ മദ്ഹിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഓരോ വീടുകളിലും റബീഉൽ അവ്വലിനെ വരവേൽക്കാനുള്ള പ്രത്യേകമായ ലൈറ്റുകളും സംവിധാനങ്ങളും ചെയ്യണം. നമുക്ക് നല്ല രൂപത്തിൽ വരവേൽക്കാൻ കഴിയണം. ആ റബീഉൽ അവ്വലിൽ വലിയ സന്തോഷ പ്രകടനങ്ങൾ നമുക്ക് നടത്താൻ കഴിയണോ? ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് മൗലിദ് ഓതണം. മൗലിദ് റബീഉൽ അവ്വലിൽ വീടുകളിൽ സജീവമാവണം, നാടുകളിൽ സജീവമാവണം. അവിടുത്തെ ജന്മദിനത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ഭക്ഷണം വെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ വലിയ രൂപത്തിൽ സന്തോഷ പ്രകടനങ്ങൾ, ഘോഷയാത്രകൾ നടത്തിയിട്ട് ജന്മദിനത്തിന്റെ സന്തോഷം ജനങ്ങളോട് വിളിച്ചോതാൻ നമുക്ക് കഴിയണം.